വായന മരിക്കുന്നു എന്ന മുറവിളി ഉയർന്നു കേൾക്കുന്ന ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് വായനയുടെ സമരത്തെക്കുറിച്ച്, വായനയുടെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ സംബോധന ചെയ്യുന്നത്. വരികളും പേജുകളും കടന്നു പോകേണ്ട വായനക്കാരന്റെ നയനങ്ങൾ ഒന്നോ രണ്ടോ കീകളിലായി കുടുങ്ങി നിൽക്കുന്ന, വേണമെങ്കിൽ ആസുരമെന്നോ പുരോഗമനമെന്നോ പറയാവുന്ന, വികാസമെന്നോ വിനാശമെന്നോ വിളിക്കാവുന്ന പരിവർത്തനത്തിന്റെ ഓരത്ത് നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയം അപഗ്രഥിക്കാൻ. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഇതൊന്ന് ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, വായന സമരമാണ്, മികച്ച പോരാട്ടമാണ്, അജ്ഞതയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്, അധാർമികതക്കും അശ്ലീലങ്ങൾക്കുമെതിരെയുള്ള നിലക്കാത്ത പോരാട്ടമാണ്. റബ്ബിന്റെ നാമത്തിൽ വായിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണത് പറയുന്നത്. ചോരക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത ഉന്നതനായ പടച്ചവന്റെ നാമത്തിൽ വായിക്കുന്നവന് വായന സമരമാകാതെ പറ്റില്ല, ജീർണതയുടെ നിഷേധമാകാതെ പറ്റില്ല, അശ്ലീലങ്ങളുടെ നിരാകരണമാകാതെ പറ്റില്ല, അധാർമികതയ്ക്കെതിരെയുള്ള പോരാട്ടമാകാതെ പറ്റില്ല. വായന ഉന്നതമായ മൂല്യങ്ങളിലേക്കും മഹിതമായ സംസ്കാരത്തിലേക്കും സമൂഹത്തെ നയിക്കണം. ഇന്നു പക്ഷേ സംഭവിക്കുന്നത് നല്ല കാര്യങ്ങളല്ല. പ്രതീക്ഷയുടെ അനുരണനങ്ങൾ പോലും അസ്തമിക്കുകയാണ്. ആശങ്കയുടെ കരിമേഘ കീറുകൾ ഇരച്ചെത്തുകയാണ്. കഴിഞ്ഞ വർഷം ചൂടപ്പം പോലെ വിറ്റുപോയ പുസ്തകത്തിന്റെ പേരറിയില്ലേ? നളിനി ജമീല എന്ന വേശ്യയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന കൃതിയായിരുന്നു അത്. കരയണമോ നാം, അതോ നാണിച്ച് തലതാഴ്ത്തണമോ? ഗ്രാമാന്തരങ്ങളിൽ പോലുമുള്ള നമ്മുടെ മാടക്കടകളിലേക്ക് നോക്കൂ. മലയാളി യുവത എടുത്തെറിയപ്പെട്ട മലീമസമായ വായനാ സംസ്കാരത്തിന്റെ അറപ്പുളവാക്കുന്ന ചിത്രങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. എതിർലിംഗത്തിന്റെ നഗ്നരൂപങ്ങൾ നോക്കി കുടിനീരിറക്കാൻ കാളകൾ പോലും തയ്യാറല്ല. പക്ഷേ വിവേകത്തിന്റെ പ്രതിരൂപങ്ങളായി ഉയർക്കൊള്ളേണ്ട യുവ സമൂഹം വിവസ്ത്രമായ ചിത്രങ്ങൾക്ക് മുമ്പിൽ, വരച്ചുവെച്ച കാരിക്കേച്ചറുകൾക്ക് മുമ്പിൽ നെടുവീർപ്പെടുന്നത് കണ്ട് ഈ കാളകൾക്ക് പോലും ലജ്ജ വരുന്നു. മൃഗങ്ങളെ പോലും നാം തോൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് നാം തിരിച്ചു പോവുക? മൂല്യങ്ങളെ എങ്ങനെയാണ് നാം തിരിച്ചു പിടിക്കുക? വിവേകപൂർണമായ വായനാ സംസ്കാരം എങ്ങനെയാണ് നാം രൂപപ്പെടുത്തുക? വായനയെ നാനാവിധ അശ്ലീലങ്ങൾക്കുമെതിരെയുള്ള സമരമാക്കി എങ്ങനെയാണ് നാം മാറ്റിയെടുക്കുക? സഗൗരവം ആലോചിക്കേണ്ട സമയമാണ് അതിക്രമിച്ചു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ജോലി അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. വിശ്രമത്തെ ഇപ്പോൾ കൊതിക്കുക പോലും അരുത്. തിന്മയുടെ ശക്തികൾ, ഇരുട്ടിന്റെ ചെകുത്താന്മാർ യുവത്വത്തെ വലവീശി പിടിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ വിശ്രമിക്കും? എങ്ങനെ നിങ്ങൾ നിസ്സംഗരായി നോക്കി നിൽക്കും?